എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മികച്ച വ്യക്തിയാവുക, അത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നാണ്, അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാവുക. എന്നാൽ അത് സാധ്യമാണോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? ഒരിക്കലും സാധ്യമല്ല. അതൊരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല, അല്ലേ? എത്ര മികച്ച വ്യക്തിയാണെങ്കിലും രണ്ട് പക്ഷം ചേരാൻ ആളുകളുള്ള ഈ കാലത്ത്, ഈ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യവും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളെന്നും നമ്മൾ ആവേണ്ടതില്ല. അതിലപ്പുറം നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില മൂല്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തോട് കൂട്ടിച്ചേർക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം. അപ്പോഴാണ് നമ്മൾ മികച്ച വ്യക്തിത്വമുള്ള ഒരാളാവുന്നത്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മികച്ച വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അത് ഏറ്റവും മനോഹരമായിട്ട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മികച്ച വ്യക്തിയാവാൻ സാധിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ വിജയിപ്പിക്കുവാനും സാധിക്കും. വളച്ചുകെട്ടൊന്നുമില്ലാതെ ആ 3 കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമത്തത്, വ്യക്തമായ നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാവുക. 2, ശക്തമായിട്ടുള്ള നിലപാടുള്ള ഒരാളാവുക. 3, ഉറച്ച തീരുമാനങ്ങളുള്ള ഒരാളാവുക. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിത്വത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിച്ചാൽ, വളരെ മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ, നമ്മുടെ ജീവിതത്തെ അത് മികച്ച രീതിയിൽ മാറ്റിയെടുക്കും. ഇതിനെ നമുക്ക് കുറച്ച് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തത്, നല്ല വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാവുക. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് വരികയാണ്. ഒരു 5 പ്രോജക്റ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മുടെ നാട്ടുകാർക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുക? നമുക്ക് മികച്ചതെന്ന് തോന്നുന്നത് നമ്മൾ തിരഞ്ഞെടുക്കും, അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പിൻബലത്തിലാണ്. മുന്നോട്ടേക്കുള്ള യാത്രയിൽ നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇതിൽ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തിയതിനു ശേഷമാണ്. അതൊരു കാഴ്ചപ്പാടിൻ്റെ പിൻബലത്തിൽ രൂപപ്പെടുന്നതാണ്, അല്ലേ? ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനത്തിൻ്റെ പിൻബലത്തിൽ, കാഴ്ചപ്പാടിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ അതിലൊന്ന് ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അപ്പോൾ കാഴ്ചപ്പാടുകൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത് ഈ ഒരു വിഷയം മാത്രമല്ല. ഇനി അടുത്തത്, നമ്മുടെ ഒരു ജീവിത പങ്കാളി. നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. നമുക്ക് നല്ല കാഴ്ചപ്പാടുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് നല്ല ജീവിത പങ്കാളിയെ കിട്ടും. സൗന്ദര്യം മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഇനി വിദ്യാഭ്യാസം മാത്രം നോക്കിയിട്ട് ചൂസ് ചെയ്താലോ, അപ്പോഴും പണി കിട്ടും. സാമ്പത്തികം മാത്രം നോക്കിയിട്ട് തിരഞ്ഞെടുത്താലോ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മികച്ചതായിരിക്കണം, വ്യക്തമായിരിക്കണം. അങ്ങനെ വ്യക്തതയുണ്ടെങ്കിൽ, അതെങ്ങനെയാണ് വ്യക്തതയുണ്ടാകുന്നത്? ആ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമ്മളെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ, നമ്മുടെ കുടുംബ ചുറ്റുപാടുകൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആണ് ഒരു ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഒരു പങ്കാളിയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്. അങ്ങനെ രൂപപ്പെടുമ്പോൾ നമുക്ക് പറ്റിയ ആൾ ആരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വലിയ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോഴും ഇത് തന്നെയല്ലേ? നിങ്ങൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലി തിരഞ്ഞെടുക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ജോലിയുള്ള ഒരുപാട് കമ്പനികൾ ഉണ്ടാവും. ഏത് കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അതെങ്ങനെയാണ്? ഒരു കാഴ്ചപ്പാടിൻ്റെ പിൻബലത്തിലായിരിക്കണം. ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ടുള്ള ലൈഫിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവണം. അപ്പോൾ കാഴ്ചപ്പാട് കൃത്യമായിരിക്കണം, നല്ലതായിരിക്കണം. അപ്പോഴാണ് ഏറ്റവും നല്ലത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക, നല്ല ജോലി തിരഞ്ഞെടുക്കാൻ പറ്റുക. അത് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം, അതായത് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം, നമ്മൾ ഏത് കാര്യത്തിലാണോ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല അറിവുകൾ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രോജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവണം. ഈ 5 പ്രോജക്റ്റിനെ കുറിച്ച് നല്ല അറിവുണ്ടാകണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് ഇതിലേതാണ് ഏറ്റവും മികച്ചത് എന്ന ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ
നമുക്കതിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച് കൃത്യമായ നല്ല അറിവുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും മികച്ചത്, നമുക്ക് പറ്റിയ ആളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. ജോലിയുടെ കാര്യത്തിലും ഏത് കമ്പനിയിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്ന് അറിയണമെങ്കിൽ ഏതാണ് മികച്ചത് എന്ന അറിവ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് പറ്റിയ കമ്പനി ഏതാണ്, എൻ്റെ കഴിവ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന കമ്പനി ഏതാണ് എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അപ്പോൾ അറിവുകൾ നേടുക എന്ന് പറയുന്നതാണ് മികച്ച കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഏത് മേഖലയിലാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും, അത് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകണമെങ്കിൽ നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ അറിവുകൾ ഉണ്ടാവണം. ഇനി രണ്ടാമത് ഉണ്ടാവേണ്ടത് ശക്തമായിട്ടുള്ള നിലപാടുകൾ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് നിലപാടുകളില്ല. നിലപാടുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അഭിപ്രായങ്ങളാണ്. നമുക്ക് അഭിപ്രായങ്ങളുണ്ടോ? ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റാറുണ്ടോ? അത് നമ്മുടെ വ്യക്തിത്വവുമായി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും, നമ്മുടെ സമൂഹത്തിൽ ഇടപെടുമ്പോഴൊക്കെ നമുക്ക് ശക്തമായിട്ടുള്ള നിലപാടുകൾ നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരു വ്യക്തിത്വമുണ്ട് എന്ന് പറയാൻ പറ്റും, അല്ലേ? നിലപാടുകളില്ലാത്ത ഒരാൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുന്നവരാണ്. സ്വന്തം അഭിപ്രായങ്ങൾ ഇല്ലാത്തവരായിരിക്കും. അങ്ങനെ ആവരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവണം. അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു വ്യക്തിത്വമുണ്ട് എന്ന് പറയാൻ കഴിയുക. നമുക്കൊരു ഐഡന്റിറ്റി രൂപപ്പെടുന്നത് അങ്ങനെയാണ്. നിലപാടുകളില്ലാത്ത ആളുകൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടിയോട് ഒരു മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ആ പെൺകുട്ടി മറുപടി പറഞ്ഞത് ഇതിലെനിക്ക് അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്നാണ്, ഒന്നും പറയാനില്ല എന്നാണ്. അതായത് സമൂഹത്തിലൊരു വലിയ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. പക്ഷെ അതിന് ഒരഭിപ്രായം എനിക്ക് പറയാനില്ല, അത് പോലീസ് അന്വേഷിക്കട്ടെ, അവർ പറഞ്ഞോളൂ എന്നുള്ളതാണ്. അപ്പോൾ അവരവർക്ക് അഭിപ്രായമില്ല. തീർച്ചയായിട്ടും ഈ അഭിപ്രായമില്ല എന്ന് പറയുന്നതും ഒരഭിപ്രായമാണ്, അല്ലേ? പക്ഷെ അത് ആർക്കും പറയാൻ പറ്റും. അത് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ കഴിവോ അറിവോ ഒന്നും വേണ്ട. പക്ഷേ അത് ശരിക്കും അഭിപ്രായമാണ് എന്ന് പറയാൻ പറ്റുമോ? അത് ശരിക്കും അഭിപ്രായങ്ങളല്ല, അത് ഒഴിഞ്ഞുമാറലാണ്, അല്ലേ? നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒഴിഞ്ഞുമാറലാണ്. മറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാവുക. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരാളാവണം. അതിന് ശക്തമായിട്ടുള്ള നിലപാടുള്ള ഒരാളാവണം. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ആയിപ്പോരുത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരവസ്ഥ, എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥ, അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരാളെ പരാജയപ്പെടുത്തുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ശക്തമായ നിലപാടുകൾ ഉണ്ടാവണം. നിലപാടുകളാണെങ്കിലും കാഴ്ചപ്പാടുകളാണെങ്കിലും അതിനാദ്യം വേണ്ടത് അറിവുകളാണ്. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പോഴും അതിനെക്കുറിച്ചും കൃത്യമായ അറിവ് നമുക്ക് സ്വന്തമാക്കാനാവണം. അതുകൊണ്ട് മികച്ച കാഴ്ചപ്പാടുള്ള ഒരാളാവുക, ശക്തമായിട്ടുള്ള നിലപാടുകളുള്ള ഒരാളാവുക. ഇനി മൂന്നാമത്, ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ്, അതായത് ഉറച്ച തീരുമാനമുള്ള ഒരാളാവുക. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ ജീവിതത്തിൽ? പലപ്പോഴും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ, അല്ലേ? മറ്റുള്ളവരുടെ തീരുമാനങ്ങളുടെ പുറത്താണ് പലപ്പോഴും നമ്മുടെ ജീവിതം യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളില്ല, ഉറച്ച തീരുമാനങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരാൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നതും വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ വഴുതി വീഴുന്നതും. അതുകൊണ്ട് ഉറച്ച തീരുമാനങ്ങളുള്ള ഒരാളാവുക. നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് ഇവിടെ വിഷയമുള്ള കാര്യമല്ല. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരാളാവുക എന്നതാവരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് നയിക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഒരു തീരുമാനമെടുക്കുവാൻ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ, ഞാനെടുത്ത തീരുമാനം ശരിയാകുമോ, നാളെ ഈ തീരുമാനം തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള വലിയ ആശയക്കുഴപ്പത്തിനിടയിൽ നമുക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പല ആളുകളുടെയും ബുദ്ധിമുട്ട്. പക്ഷേ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ആലോചിക്കാം. ഒരു തീരുമാനമെടുക്കാൻ എത്ര സമയം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ ആ സമയത്തിനപ്പുറം നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റാൻ തയ്യാറാവരുത്. അതുമായി മുന്നോട്ട് പോവുക. അവനവൻ്റെ ജീവിതത്തെ വിജയിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ കിടക്കുന്നത് അവിടെയാണ്, ഉറച്ച തീരുമാനങ്ങളിലാണ്. അത് ശക്തമായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കും. ഒരുപക്ഷെ നമ്മുടെ തീരുമാനം തെറ്റിപ്പോയേക്കാം. പക്ഷേ ആ തെറ്റിയ തീരുമാനങ്ങളായിരിക്കും ജീവിതത്തിൽ വലിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് ഉറച്ച തീരുമാനമുള്ള വ്യക്തികൾ കൂടി ആവുക നമ്മൾ ഓരോരുത്തരും. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മൂന്ന് കാര്യങ്ങളും: ഒന്ന്,
നല്ല വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാവുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായ വ്യക്തമായ നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. 2, ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരാളാവുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലൂടെ മാത്രം ജീവിക്കുന്ന ഒരാളാവാതിരിക്കുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാടുള്ള ഒരാളാവാൻ നമ്മളെപ്പോഴും ശ്രമിക്കുക. 3-മത്തേത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികൾക്കിടയിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ നമ്മളൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലപ്പുറം നമ്മുടെ ജീവിതത്തെ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ സമയത്ത് നമ്മൾ ആ തീരുമാനം എടുക്കുമ്പോൾ കുറ്റം പറയുവാനും എതിർക്കുവാനും ആളുകൾ ഒരുപാടുണ്ടാവും. പക്ഷേ ആ തീരുമാനം ശരിയായി വന്നു കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ഒന്നും പറയേണ്ടി വരില്ല. എന്നാൽ ഒരുപക്ഷെ ഈ തെറ്റിപ്പോകുമോ എന്ന പേടിയാണ്. നാളെ തെറ്റിപ്പോയാൽ ഇന്ന് വേണ്ട എന്ന് പറഞ്ഞ ആ തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുക ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പലപ്പോഴും ഈ റിസ്ക് എടുക്കാൻ മടി കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ റിസ്ക് എടുക്കാൻ മടി കാണിക്കുന്നവരൊക്കെ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് തള്ളിപ്പോയവരാണ്. മുന്നോട്ട് തന്നെ പോവുക, ഉറച്ച തീരുമാനവുമായിട്ട്. അതാണ് പറഞ്ഞത്, പരാജയപ്പെട്ടാലും ആ പരാജയത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു വലിയ പാഠമുണ്ട്. അത് മറ്റൊരു വലിയ വിജയത്തിലേക്ക് വീണ്ടും നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഒരു തീരുമാനമെടുത്താൽ അതുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ്. മറിച്ച് ഒരാശയക്കുഴപ്പം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയാൽ അത് നമ്മളെന്ന വ്യക്തിയെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഐഡന്റിറ്റി, നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു ഐഡന്റിറ്റി രൂപപ്പെടുന്നതിൽ അത് മോശമായിട്ടുള്ള പ്രതിഫലനമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിന് കൃത്യമായ ഒരു ഐഡന്റിറ്റി നമ്മുടെ സ്വഭാവത്തിലൂടെ, ചിന്തകളിലൂടെ, നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെ, ഉറച്ച നിലപാടുകളിലൂടെ, ഉറച്ച തീരുമാനങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക, ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുക, ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവുക. ഈ 3 കാര്യങ്ങളും സമ്മേളിക്കുന്നിടത്ത് നമ്മൾ കരുത്തുറ്റ ഒരു വ്യക്തിയായി മാറുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഒറ്റയ്ക്ക് പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും